നോട്ട്സും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നതും ഒക്കെ നിങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു പർപ്പസിലല്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെയും കൂടിയും താല്പര്യത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ലോണം എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ പറയുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ ഇതിൽ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്നാണ് പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനൊക്കെയാണ് നമ്മൾ ബാങ്കുകളെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ്, നമ്മുടെ കയ്യിലുള്ള സേവിങ്സ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പർപ്പസും, അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ക്യാഷ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് നമ്മളുടെ കയ്യിൽ അത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിലില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവിടുന്ന് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ ആശ്രയിക്കുന്ന ഒരു മീഡിയയാണ് ബാങ്കുകൾ, അല്ലെങ്കിൽ മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മണി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സ്ഥാപനങ്ങളെയാണ് ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ് അഥവാ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് നമുക്കൊരു ഫിനാൻഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ആരുടെ കയ്യിലുള്ളത്, പേഴ്സൺ ഹൂ ഹാവ് ലാർജ് എമൗണ്ട് വിത്ത് ദം, they want to invest their money for their own benefit. മനസ്സിലായോ? അങ്ങനെ അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അവിടെ അങ്ങനെ വെക്കുകയാണോ ചെയ്തത്? അല്ല, അത് ആവശ്യക്കാർക്ക്, ആർക്കാണോ ആവശ്യം അവർക്കത് നമ്മൾ വീതിച്ചു കൊടുക്കുന്നു അല്ലേ. അങ്ങനെ കൊടുക്കുന്ന ആ ക്യാഷ് ആരൊക്കെയാണോ ഫോർ ദ നീഡീസ്, ആരാണ് ആവശ്യക്കാർ, അവർക്ക് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട് ആവശ്യം അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, അതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ട് മീൻസ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ, ഏത് രീതിയിലാണ്, അതായത് നമ്മൾ പല രീതിയിലും ഹൗസിംഗ് ലോൺ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിക്കാനായിട്ട് HP ലോണുകൾ എടുക്കാറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും ലോൺ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആളുകളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതേപോലെയുള്ള ആവശ്യപ്പെട്ടതാണ് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അതിൽ ഫീച്ചേഴ്സിൽ പറയുന്ന ഒന്നാമത്തെ പോയിന്റാണ് ഇൻടാഞ്ചിബിലിറ്റി. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ദ ഫങ്ഷൻസ് ഓർ ദ വർക്ക് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് നോട്ട് സീൻ, അല്ലെങ്കിൽ ദാറ്റ് പ്രൊഡക്റ്റ് കനോട്ട് ബി സീൻ. നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വി കനോട്ട് സീ, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു എന്തായിട്ട് പറയുന്നത്, ഫങ്ഷൻ ഫീച്ചറായിട്ട് പറയുന്നത്. രണ്ടാമത്തതാണ് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ്. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസസ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരാൾ, അയാളുടെ ആവശ്യം എന്ന് പറയുന്നത് വീടുണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരാൾക്ക് വണ്ടി വാങ്ങുക. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം എന്താണോ, അപ്പോൾ ദ ഫങ്ഷൻ മസ്റ്റ് ബി റിലേറ്റിംഗ് ടു ദ നീഡ് ഓഫ് കസ്റ്റമർ, കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഡൈനാമിസം. അടുത്തത് റോൾ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഫിനാൻഷ്യൽ സർവീസസിൻ്റെ റോൾ എന്തൊക്കെയാണ് ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെ കാണുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിനുള്ള റോൾസ് എന്നാണ്, റോള് എന്നാണ് പറയുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് എന്താണ്, ഇത് ഇറ്റ് പ്രൊമോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആരുടെ കയ്യിലാണോ കൂടുതൽ ക്യാഷ് ഉള്ളത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് എങ്ങനെയാണ്, അതായത് മർച്ചൻറ്റ് ബാങ്കുകളിലൂടെയും കൊമേഴ്സ്യൽ ബാങ്കുകളിലൂടെയും ഒക്കെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാക്കുന്നു. ത്രൂ
ഇൻവെസ്റ്റ്മെന്റ് ദ ഇൻവെസ്റ്റർ വിൽ ഗെറ്റ് സം ബെനിഫിറ്റ്സ്. ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇൻവെസ്റ്റർക്ക് എന്തുണ്ടാവുന്നു? ദേ ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ബെനിഫിറ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ പ്രൊവൈഡ് ദ അതേഴ്സ് who are the needies, ആർക്കാണോ ആവശ്യം അവർക്ക് they are providing this amount in the form of loan. ഒരു ലോണായിട്ട് ഇവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനായിട്ട് കണക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊമോട്ട് സേവിങ്. ഇനി നമുക്ക് എപ്പോഴും സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവുന്നത് എങ്ങനെയാണ്? അതായത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സഫീഷ്യൻ്റ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നു നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? മാത്രമല്ല we are getting some benefit from that particular investment. അല്ലെങ്കിൽ ആ സേവിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും we can earn money, നമുക്ക് വീണ്ടും മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവിങ്ങിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ന്യായമായ പൈസ തരുന്നു, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ ബാങ്കുകളുടെ അഡ്വർടൈസ്മെൻറ്റുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രൊമോട്ട് സേവിങ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് മിനിമൈസ് റിസ്ക്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു ഇന്റർമീഡിയറി. എന്തുകൊണ്ടാണ് വൈ ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഇന്റർമീഡിയറീസ്? എന്താണ് ഇതുപോലുള്ള ഈ ഇന്റർമീഡിയറീസിന്റെ ഇമ്പോർട്ടൻസ്? അതായത് ഇതാണ് ഒരു പ്രധാന കാര്യം. ദേ ആർ മിനിമൈസിങ് ദ റിസ്ക്. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ ആ പൈസ ഒരാവശ്യക്കാരന്, ഒരു കടം ചോദിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ദർ ഈസ് നോ എനി ഗ്യാരണ്ടി ഫോർ ഗെറ്റിംഗ് ബാക്ക് ദാറ്റ് എമൗണ്ട്. മനസ്സിലായോ? ഒരു തരത്തിലും നമുക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു റിസ്ക് ഫാക്ടറാണ്, അല്ലേ? നമ്മുടെ കയ്യിലുള്ള പൈസ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് പോവുക എന്ന് പറയുമ്പോൾ അതൊരു ഇറ്റ്സ് എ റിസ്ക് ഫാക്ടർ. സോ ദ പേഴ്സൺ അല്ലെങ്കിൽ ദ ഇൻഡിവിജ്വൽസ് ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദാറ്റ് കൈൻഡ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്. സോ ദേ ഡിപ്പെൻഡ്സ് ദീസ് ടൈപ്സ് ഓഫ് ഇന്റർമീഡിയറീസ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ തരത്തിലുള്ള ഇന്റർമീഡിയറീസിനെ എന്ത് ചെയ്യുന്നു? അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ബാങ്ക് ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. സോ ദേ ആർ മിനിമൈസിങ് ദ റിസ്ക് ഫാക്ടർ ഓഫ് എൻ ഇൻവെസ്റ്റർ. അടുത്താണ് പ്രൊമോട്ട് സ്മൂത്ത് പ്രൊഡക്ഷൻ. ഇനി എന്താ പറയുക? സ്മൂത്ത് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു a person want to become an entrepreneur. He doesn't have sufficient fund with him, so he depends an intermediary, that means a merchant bank or commercial bank. So ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് എന്താണ്? അതായത് പ്രൊഡക്ഷനും ഒക്കെ കൂടുതൽ നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷൻ കൂടുതലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാവില്ല, അതൊരു രാജ്യത്തിന്റെ തന്നെ ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു. അപ്പോൾ അതും ഒരു റീസണാണ്. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എവിടെയാണോ ഏത് കൺട്രിയിലാണോ കൂടുതൽ പ്രൊഡക്ഷൻസ് ആൻഡ് സർവീസസ് ഉണ്ടാവുന്നത്, ദാറ്റ് വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി, അല്ലേ? അങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, സർവീസസ് ഇംപ്രൂവ് ഉണ്ടാവും. കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾക്ക് അത് സർവീസസ്, കൂടുതൽ ജോലികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്തുണ്ടാവും? സാലറി കിട്ടും, അതുപോലെ തന്നെ വേജസ് കിട്ടും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാവുന്നത്? ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവും. അതായത് when the people are earning more and more money, the purchasing power of people will increase. ആളുകളുടെ purchasing power increase ചെയ്യും. That will lead the standard of living of people. അത് ആളുകളുടെ standard of living improve ചെയ്യാൻ കാരണമാകും. These are the main role of financial services for the economic development of a country. മനസ്സിലായോ? അടുത്തതാണ് types of financial services. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിൽ പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലാർജ് നമ്പർ ഓഫ് സർവീസ് ടു സ്യൂട്ട് ദ റിക്വയർമെന്റ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലേ? ഇതിന് പല ടൈപ്പാണുള്ളത്. ഒന്നാമതാണ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്. പ്രൊവിഷൻ ഓഫ് ഫണ്ടിൽ നമ്മൾ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഈ ടൈപ്പ് കാര്യങ്ങളാണ് നമ്മളുടെ പ്രൊവിഷൻ ഓഫ് ഫണ്ട് എന്നുള്ളതിൽ വരുന്നത്. അടുത്തത് പറയുന്നതാണ് മാനേജിങ് ഇൻവെസിബിൾ ഫണ്ട്. അതായത് ഇൻവെസിബിൾ ഫണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
മെർച്ചൻറ്റ് ബാങ്കിങ്, പിന്നെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെയാണ് നമുക്ക് ഇൻവിസിബിൾ ഫണ്ടായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ റിസ്ക് ഷെയറിംഗ് സർവീസസ്. റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് റിസ്കിൻ്റെ സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അതിൽ വരുന്നതാണ് ഇൻഷുറൻസ്, അല്ലേ? നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിസ്ക് ഷെയറിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺസൾട്ടൻസി സർവീസസ് ആണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ഫിനാൻഷ്യൽ സർവീസിൻ്റെ തന്നെ ടൈപ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഇതും നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ക്ലാസിഫിക്കേഷനിലെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദീസ് ആർ ക്ലാസിഫൈഡ് ആസ് ടു. ഫിനാൻഷ്യൽ സർവീസസിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഫണ്ട് ബേസ്ഡ് സർവീസസ് ആൻഡ് നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ്. ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്നും നോൺ ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്നും രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ഫണ്ട് ബേസ്ഡ് സർവീസസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ഹ്യൂജ് എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഒരു ഇൻവെസ്റ്റർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രീതിയിലുള്ള അതിനെയാണ് നമ്മൾ ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്യുപ്മെൻറ്റ് ലീസിങ്, അതുപോലെ തന്നെ ഫാക്ടറിങ്, വെഞ്ചർ ക്യാപിറ്റൽ, ഇതൊക്കെ നമുക്ക് ഫണ്ട് ബേസ്ഡിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ ഫണ്ട് ബേസ്ഡ്. നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സർവീസ് ഓറിയൻറ്റഡ്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ പറയുന്നതാണ് ഇഷ്യൂ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് കൗൺസിലിംഗ്, ഇത്രയും, അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ഇതൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നതും നോൺ ഫണ്ട് ബേസ്ഡ് എന്ന് പറയുന്നതും. അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇനി എക്യുപ്മെൻറ്റ് ഓഫ് ലീസിങ് ഓർ ഹയർ പർച്ചേസ്. എന്താണ് ലീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാൻ പറ്റും നമ്മൾ ഒരു സ്ഥാപനം ലീസിന് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഓണർഷിപ്പ് പോലെ നമുക്ക് അത് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതായത് വി ഡസൻ ഹാവ് എനി ഓണർഷിപ്പ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ദ പ്രോപ്പർ അതോറിറ്റി ഓഫ് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രോപ്പർ അതോറിറ്റി നമ്മളായിരിക്കില്ല, പക്ഷെ നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും. വി ഹാവ് ദ റൈറ്റ് ടു ഡു എവറിത്തിങ് ഇൻ എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ, ബട്ട് വി ആർ നോട്ട് ദ ആക്ച്വൽ ഓണേഴ്സ് ഓഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ റിയൽ ഓണേഴ്സ് ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ലീസിങ്ങിൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്ഥാപനം നമ്മൾ ലീസിന് എടുക്കുന്നത്. അതായത് 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ എത്രയാണോ നമ്മളുടെ ഒരു ഗ്യാരണ്ടി പീരീഡ് ഉണ്ടാവും. വി ആർ ദ ഓണർ ഓൺലി ഫോർ ദ ഗ്യാരണ്ടിങ് പീരീഡ്. ആ ഒരു ഗ്യാരണ്ടി പീരീഡിൽ മാത്രമായിരിക്കും നമ്മൾ എന്താവുന്നത്, അതിൻ്റെ ഓണേഴ്സ് ആവുന്നത്. വി ഡസൻ ഹാവ് എനി റൈറ്റ് ടു ട്രാൻസ്ഫർ ദിസ് പ്രോപ്പർട്ടി ടു എനി അതർ പേഴ്സൺ. ഒരു കാരണവശാലും നമുക്ക് എന്തിനുള്ള ഇതുണ്ടാവില്ല, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് എന്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവില്ല, ട്രാൻസ്ഫർ ചെയ്യാനോ വേറെ ഒരു കാരണവശാലും നമുക്ക് അങ്ങനെയുള്ള അതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ നമുക്കൊരു സ്ഥാപനത്തിന് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു അതിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലീസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം HP. അതായത് നിങ്ങൾ പലരും എന്താ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി വാങ്ങിക്കാൻ നമുക്ക് റൊക്കം പൈസ കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, HP ലെവലിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ വേർ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ ഫോളോയിങ് ടേംസ്. നമുക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ബേസിലാണ് ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ ആദ്യം എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ദ പേയ്മെൻറ്റ് വിൽ ബി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ എങ്ങനെയായിരിക്കും ആ പേയ്മെൻറ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലായിരിക്കും.
ദ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആഫ്റ്റർ ദ ഫുൾ പേയ്മെന്റ് ഓണർഷിപ്പ് വിൽ ഗെറ്റ്. നമുക്ക് എന്താണ് ഫുൾ പേയ്മെന്റ്? നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങുകയാണെങ്കിൽ ആ കാറിന്റെ മാസം നമ്മളൊരു 20,000 രൂപ വെച്ചിട്ടോ 10,000 രൂപ വെച്ചിട്ടോ ഒക്കെ നമ്മൾ മന്ത്ലി പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് നമ്മൾ അടച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിന്റെ എന്ത് കിട്ടുള്ളൂ? ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ദ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിൽ ഗെറ്റ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെന്റ്. മനസ്സിലായി? ഫുൾ പേയ്മെന്റ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ദ ബയർ ക്യാൻ റീപോസസ് ദ ഗുഡ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്. എന്ത് കാരണവശാലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു ഡിഫോൾട്ട് പേയ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റീപോസസ് ദ പ്രോഡക്റ്റ്. ആ സാധനം പിടിച്ചു കൊണ്ടുപോകാൻ നമ്മൾ എന്താണോ വാങ്ങിച്ച കാറോ ബൈക്കോ വാട്ടോർ ഇറ്റ് മേ ബി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് മാത്രം പർച്ചേസ് നടത്തുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇതിനത്തെ പല സർവീസസുകളിൽ പറയണതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ക്ലാസ്സും കൂടി ആയാൽ നമ്മുടെ ഈ ഒരു ലെസൺ കഴിയും. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ബാക്കിയുള്ള നോട്ട്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് എഴുതുക. ഇനി അടുത്ത ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെസണിൽ മൊത്തം ഒരു വർക്കും തരാം. അപ്പോൾ ഇതെല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം പറയുന്ന നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാം.